പുനർനിർമ്മാണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട റോഡ് അനധികൃതമായി സാമൂഹ്യവിരുദ്ധർ തുറന്നു നൽകിയെന്ന പരാതി. കട്ടപ്പന എടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ ഭാഗികമായി പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് രാത്രിയുടെ മറവിൽ ചിലർ എടുത്തുമാറ്റിയത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കട്ടപ്പന എടശ്ശേരി ജംഗ്ഷൻ പുതിയ റോഡ് നവീകരണം ആരംഭിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റോഡ് ഉയർത്തി ടൈലുകൾ പാകിയിരുന്നു. തുടർന്ന് 20 ദിവസത്തേക്കാണ് റോഡ് അടച്ചിട്ടിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവേശനം നിരോധിച്ചുകൊണ്ട് വെച്ചിരുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ എടുത്തുമാറ്റിയെന്നാണ് പരാതി. ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി മാത്രമാണ് സൈഡിൽ കൂടി ചെറിയ ഒരു വഴി കൊടുത്തത്. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്ന കയറുകളും ബ്ലോക്ക് ചെയ്തിരുന്ന വീപ്പകളും എഴുതി വെച്ചിരുന്ന ബാനറുകളുമെല്ലാം ഇന്നലെ രാത്രിയിൽ ആരോ സാമൂഹ്യ വിരുദ്ധരെ നീക്കം ചെയ്ത് റോഡ് ഔദ്യോഗികമല്ലാതെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇത് വലിയ വാഹനങ്ങൾ കടന്നു പോയാൽ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞിട്ടില്ലാത്തതിനാലാണ് വഴി ബ്ലോക്ക് ചെയ്തിരുന്നത്. ഈ സമീപത്തെ കച്ചവടക്കാരാണ് ഈ വഴി തുറന്നു കൊടുത്തതെന്നും ഇത് തുറന്നതെന്നുമാണ് പറയപ്പെടുന്നത്. വീണ്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഓവർസിയർ അടക്കമുള്ള ആളുകൾ വന്ന് വഴി ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവിടെ സമീപത്തുള്ള വ്യാപാരികളും മറ്റും തടസ്സപ്പെടുത്തുകയും അവരോട് അതിക്രമിച്ചു കയറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എടുത്തു മാറ്റിയതോടെ ബസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നു വരുന്നതിന് കാരണമായി. ഇത് പുനർനിർമ്മിച്ച റോഡ് ഉറപ്പുവരുന്നതിന് മുമ്പ് ഇളകുന്നതിനും കാരണമായിട്ടുണ്ട്. ടൈലുകൾ പാകിയ റോഡ് വീണ്ടും ഇളകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കട്ടപ്പന നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചപ്പോൾ തടസ്സവാദവുമായി ചില വ്യാപാരികൾ രംഗത്തെത്തുകയും മനഃപൂർവ്വം പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്തെന്നും പരാതിയുണ്ട്. നഗരസഭാ ഉദ്യോഗസ്ഥർ നിലവിൽ വീണ്ടും റോഡിലെ ഗതാഗതം നിരോധിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.